മരത്തിന്റെ വീട്ടിൽ കപ്പിൾ സ്റ്റേജുണ്ട്. അപ്പൊ നമ്മൾ നേരെ പോണു. അയ്യോ അവർ കേട്ടോന്നൊരു സംശയം നമ്മൾ പറഞ്ഞു അല്ലേ? അതെ. അയ്യോ ഇപ്പൊ അടി കിട്ടിയത്. ഹലോ ഗൈസ്, ഹാപ്പി ബോക്സിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ കണ്ട എല്ലാവർക്കും അറിയാം, നമ്മൾ ആലപ്പുഴ ഒരു ഫെസ്റ്റിന് കാരണം ലിയോറ ഫെസ്റ്റിന് പോയേക്കുമായിരുന്നു. അപ്പൊ നമ്മൾ അത് നേരെ നമ്മൾ വീട്ടിലേക്ക് പോവാം. അപ്പൊ നമ്മളിഞ്ഞ് പോണ വഴിക്ക് അടിപൊളി അമ്പൽപ്പാടുണ്ട്. അപ്പൊ എല്ലാവരും അവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തെടുക്കുക. ഇന്നലെ ആയിരുന്നു പരിപാടി, ഇന്നിപ്പോ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണം. അപ്പൊ എല്ലാവരും വണ്ടിയിൽ അടിച്ചു പൊളിച്ച് വെക്കുകയാണ്. എല്ലാവരും കാണിച്ചു തിരിച്ചു ഓക്കെ. അപ്പൊ നമ്മുടെ ആയുസിന് പനിയായിട്ട് കിടക്കുകയാണ്. അവൻ ഇന്നലെ ആ വീഡിയോക്കകത്തൊക്കെ ആക്റ്റീവായിട്ടിരുന്നായിരുന്നു. ഇന്ന് പനിയായി അപ്പൊ നമ്മൾ നേരെ നമ്മുടെ അമ്പൽപ്പാടത്തേക്ക് പോകുന്നു. അപ്പൊ നമുക്ക് ബാക്കിയുള്ളവരുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് അറിയാം അല്ലെ? അപ്പൊ ഗൈസ്, ഇന്നത്തെ പരിപാടിനെ കുറിച്ച് നമ്മുടെ കൂട്ടുകാരിയോട് അഭിപ്രായങ്ങളും ചോദിക്കാം. ഓക്കെ, ഇന്നത്തെ ദിവസത്തെ പറ്റി തന്നെ അറിയാളെ. നല്ല രസമായിരുന്നു. അതെ, എനിക്ക് വ്യൂ ഒക്കെ ഇഷ്ടമായി. എന്നാ വ്യൂ? മറ്റേ ബണ്ട് റിസോർട്ടിന്റെ വ്യൂ ഇഷ്ടമായി. ഊഞ്ഞാലൊക്കെ ഉണ്ട്, സൈക്കിളൊക്കെ ചോട്ടാൻ കിട്ടി. ആൽബസിന് മാത്രം പറ്റാത്തൊരു ബുദ്ധിമുട്ട് മാത്രം. ബാക്കി വൈബായിരുന്നു. പിന്നെ ബീറ്റ് ബോക്സിങ്. നിങ്ങൾക്ക് എന്നാ അഭിപ്രായമല്ലേ? എനിക്ക് ആദ്യം ഇവിടെ ഇഷ്ടമായത് ഇവിടുത്തെ ഊഞ്ഞാലും അവിടുത്തെ ടിവിയും നമ്മൾ നേരെ അമ്പൽപ്പാടത്ത് നിന്നിട്ട് അവിടെ ചെന്നിട്ട് നമ്മൾ കാണാം. അതിലേക്കും സുഹൃത്തുക്കളെ, നമ്മൾ അമ്പൽപ്പാടത്തിന്റെ സമീപത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ അവിടെ ഇറങ്ങും. എല്ലാവരും അക്ഷമരായിട്ടിരിക്കുകയാണ് അല്ലേ? അക്ഷമർ. അതെ അതെ, നമ്മൾ വണ്ടി നിർത്തിയിട്ടുണ്ട്. നമുക്ക് ഇറങ്ങി കാണാം, ഫോട്ടോ എടുക്കാം. നമ്മളൊരു സുഹൃത്തിന് മീൻ പിടിക്കുന്നുണ്ട്. സുഹൃത്ത് ആരാന്ന് അറിയത്തില്ല. സുഹൃത്തുക്കളെ, നമ്മുടെ കോർഡിനേറ്റർ അമ്പൽ വരയ്ക്ക് ഇറങ്ങുന്നു. നമ്മളും പുറകെ ഇറങ്ങുന്നു. അതെ, സ്ഥലത്ത് സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ അമ്പൽപ്പാടത്തിന്റെ സമീപത്ത് എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി വെയിലൊക്കെയാണ്. അമ്പലൊക്കെ എങ്ങനെയുണ്ട്? അതെ, പറ. അമ്പലം ഒന്നും പറയല്ലോ, ഒരു രക്ഷയില്ല. അതെ, അതുകൊണ്ട് ഒന്നും വിരിഞ്ഞിട്ടില്ല അമ്പൽ അല്ലേ? അമ്പലം സത്യം പറഞ്ഞാൽ രാവിലെയാണ് കാണുന്നത്. നമ്മൾ ഇന്നലെ രാവിലെ കണ്ടു. രാവിലെ കണ്ടിട്ട് രാവിലെ നമ്മള് കാണാതെ വിചാരിച്ചായിരുന്നു. പക്ഷെ രാവിലെ നമുക്ക് അർജന്റായിട്ട് ചെല്ലണോണ്ട് കാണാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ വൈകിട്ടായപ്പോഴത്തേനും മൊത്തത്തിൽ ഉച്ചയ്ക്ക് 2 മണിയൊക്കെ ആവാറായി. വണ്ടി കൃഷ്ണപ്രിയ, ഈ ആമ്പൽപ്പാടം ഇപ്പൊ കണ്ടിട്ട് എന്ത് തോന്നുന്നു? നല്ല ഭംഗിയുണ്ടെന്ന് തോന്നുന്നു. നല്ല ഭംഗിയുണ്ടെന്ന് തോന്നുന്നുള്ളൂ. നമ്മൾ മുമ്പോട്ട് നടക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ നമ്മൾ ആലപ്പുഴ വന്നിട്ട് നമ്മൾ വ്ലോഗ് എടുക്കുന്നു. അത്രേ ഉള്ളൂ അല്ലെ? നമ്മൾ ഇടുക്കിന്ന് ആലപ്പുഴ വ്ലോഗ് എടുക്കുന്നു. അത് ഉണ്ടല്ലേ? ചേട്ടാ മീനൊക്കെ പിടിക്കുന്നു. ഇപ്പൊ കുറെ ചേട്ടന്മാരൊക്കെ മീൻ പിടിക്കുന്നുണ്ട് അല്ലേ? അതെ, നമ്മളെ ആലുസൂട്ടം പാവം പനി പിടിച്ച് കിടന്നു പോയി. നമുക്ക് അവനെ നമ്മുടെ വ്ലോഗിൽ ചേർത്തേനെ കേട്ടോ. അതെ, അപ്പൊ നമ്മുടെ കൂട്ടുകാരെല്ലാം ഇവിടെ അമ്പലൊക്കെ കാണാൻ നിൽക്കണം. എല്ലാരും ആമ്പൽപ്പാടത്തിൽ നിൽക്കുകയാണ്. അതെ, അമ്പലം വരയ്ക്കാൻ. നമ്മൾ ശ്രമിക്കും. നമ്മുടെ കോർഡിനേറ്റർ വരയ്ക്കാൻ ഇറങ്ങും. നമ്മൾ സുരക്ഷിതയോടാണ് ഇറങ്ങണേ. അവിടത്തെ ശ്രമം നമുക്ക് പരാജയപ്പെട്ടു. നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. നമ്മുടെ കോർഡിനേറ്റർക്ക് നമ്മൾ ആമ്പൽ വരച്ചു കൊടുക്കുന്നു. അതെ, നമ്മുടെ മൈക്കും കൊണ്ട് എടുത്താൻ പോയിട്ടുണ്ട്. യൂട്യൂബിലിടും. അതിനാണ് നമ്മളിടും. അതെ, നമ്മൾ ഇടുക്കിന്ന് പറഞ്ഞാൽ ആലപ്പുഴ നമ്മൾ വ്ലോഗ് എടുക്കുന്നു. അതാണ് നമ്മുടെ സ്പെഷ്യൽ. അതെ, ഞാൻ മരത്തിന്റെ വീട്ടിൽ കപ്പിൾ സ്റ്റേജുണ്ട്. അപ്പൊ നമ്മൾ നേരെ പോണു. അയ്യോ അവർ കേട്ടോന്നൊരു സംശയം നമ്മൾ പറഞ്ഞു അല്ലേ? അതെ, അയ്യോ ഇപ്പൊ അടി കിട്ടിയത്. അമ്പലി പറക്കാൻ വേണ്ടി തന്നെ ഒരാള് വടിയൊക്കെ കുത്തിപ്പിടിച്ച് ദണ്ഡിയാത്രക്ക്. അതെ, പയ്യെ പെടാ വെച്ചെടുക്കാതെ. എന്റെ ഇതിനെങ്ങനെയാണ് പിടിച്ച് വണ്ടി കിട്ടുക? അതെ, നേരെ നമ്മൾ ആമ്പൽ പറിക്കാൻ പോവുകയാണ്. നമ്മൾ സേഫായ സ്ഥലത്തോട്ടാണ് പോകുന്നത്. ഒരു തെങ്ങിൻ തോട്ടത്തിൽ ഇതെവിടെയാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് അടിപൊളി സ്ഥലമാണ്. വേസ്റ്റ് ആണ്. ഇതാണ് പരിസ്ഥിതി മലിനീകരണം എന്ന് പറയുന്നത് കേട്ടോ. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് കാരണം.
ഇവിടെ കള്ള് എത്താൻ കയറിയ ചേട്ടനെ നമ്മൾ വിളിച്ചു വരും. നമ്മൾ അമ്പലം പറിക്കാൻ പോവാണ്. നമ്മൾ സുരക്ഷിതമായിട്ടാണ് നമ്മൾ ഇതിലെ പോകുന്നത്. നമ്മൾ എന്നാലും ഒരു അമ്പൽ മുട്ടെങ്കിലും പറിക്കും. എങ്ങനെയൊക്കെ കാണിച്ചു? അയ്യോ എന്റെ പൊന്ന റംലാത്ത നിങ്ങളെ പറ്റോണ്ട് ഈ വരവ് ആർക്കെങ്കിലും ഇവിടെ നീന്തലറിയാവുന്ന ആരും ഉണ്ടോ? ഉണ്ടെങ്കിൽ പിടിച്ചു ചേർത്തിക്ക്. അങ്ങനെ നമുക്കൊരു ആമ്പൽ മൊട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇറങ്ങി പറിച്ചു. ഇവിടെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. ചേട്ടൻ നമുക്ക് പറിച്ചു തന്നു. അതെ ജോയലെ അമ്പൽ കിട്ടിയോ? അമ്പൽ കിട്ടിയോ ജോയൽ? അമ്പൽ കിട്ടിയോ? ആമ്പലിന് ചെറിയൊരു മൊട്ട് കിട്ടി. സന്തോഷമുണ്ടോ? വളരെ വളരെ സന്തോഷം. വളരെയധികം സന്തോഷം. എന്താണേലും ഒരു പൂ എടുത്തിട്ടേ പോകുള്ളൂ വിചാരിച്ചു. അപ്പൊ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ രണ്ട് സാധനം കിട്ടിയപ്പോ ഉണ്ടല്ലോ, ഇപ്പൊ എന്താണ് മനസ്സിന് തോന്നുന്ന ഒരു ഫീലിങ്സ് എന്താണ്? അങ്ങനെ നമുക്ക് ഒരു ആമ്പൽപ്പൂ കിട്ടിയിട്ട് നമ്മൾ കാണിച്ചു തരാം. കിട്ടിയ ആമ്പലിന്റെ ഫോട്ടോ വീഡിയോ കാണിച്ചു തരാം. അതെ ബ്ലോഗർ. ഹായ് ഗൈസ്, നമ്മുടെ താമരപ്പൂ ഗൈസ്, താമരപ്പൂ അമ്പൽപ്പൂ. പിന്നെ പോവാ? അതെ ആമ്പൽപ്പൂ. ആമ്പൽപ്പൂവിന്റെ അഭിഷേകമാണ് ഗൈസ്. അവിടെ തേങ്ങയും പോട്ടെ. ചേട്ടൻ കള്ളി എത്താണ് ഗൈസ്. കള്ളി എത്താൻ വന്ന ഒരു ചേട്ടനാണ് നമ്മളെ സഹായിച്ചിട്ടുള്ളത്. ആദ്യമായിട്ടാണ് കള്ളി എത്തണുണ്ട്. കള്ളി എത്തുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. ചോദിച്ചു ഇപ്പൊ കിട്ടും. അങ്ങനെ ചേട്ടന്റെ കള്ളി എത്താൻ കയറിയിരിക്കാണ്. അങ്ങനെ ഞങ്ങൾ അമ്പലപ്പറി ഒക്കെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നു. സുഹൃത്തുക്കളെ നമുക്ക് തൊടുപേശ എന്ത് കാണാം? കാണാൻ കേട്ടോ. കാണാം. സോ ഗൈസ്, പരിപാടി എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. അപ്പോൾ ഇന്നലെ നമ്മൾ താമസിച്ച് വീട്ടിലെത്തിയപ്പോൾ അതാണ് നമ്മൾ പിന്നെ വ്ളോഗ് എടുക്കാത്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നല്ല അടിപൊളി ഒരു പരിപാടി ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും ഒന്ന് വീഡിയോ ഷെയർ കൊടുക്കുക. അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ ഹാപ്പി ബോക്സ് സൈനിങ് ഓഫ്.